സുഹൃത്തുക്കളെ, വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ കൂത്തുപ്പള്ളി. നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഫ്രൂട്ട്സ്, അതായത് പഴങ്ങൾ. ഫ്രൂട്ട്സ് ആർ സീഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സ് ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് developed from the ovary after flowering. They are botanically defined as the ripened ovary or carpel containing seeds like mangoes, oranges, apples, etc. etc. They are an important part of a healthy diet, providing nutrients, vitamins, fiber, etc. etc. ഇന്നത്തെ വിഷയം പഴങ്ങൾ ആയതുകൊണ്ട് ആണ് പഴങ്ങൾ എന്നുള്ളവയുടെ നിർവചനം ഒന്ന് ആദ്യമായിട്ട് ഇവിടെ പറഞ്ഞത്. ഈ പഴങ്ങൾ എല്ലാം സീഡ് ബെയറിങ്, അതിനുള്ളിൽ കുരുക്കൾ ഉണ്ടാവും. ഫ്ലവറിങ് പ്ലാന്റ്സ് അതിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഫ്ലവറിങ്ങിന് ശേഷം അവ റൈപ്പൻഡ് ovary, defined as ripened ovary or carpel. ഈ റൈപ്പൻഡ് ഓവറിയിൽ നിന്നാണ് ഈ ഫ്രൂട്ട്സ് ഉരുത്തിരിയുന്നത്. ഈ എല്ലാ ഫ്രൂട്ട്സും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന പഴങ്ങളധികവും സീസണലാണ്. ഇപ്പോൾ മാങ്ങയുടെ സീസണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസണാണെങ്കിൽ നമ്മളുടെ പഴക്കടയിൽ മുഴുവൻ ഓറഞ്ചസ് ഇങ്ങനെ അടുക്കി വച്ചിരിക്കും. ആപ്പിളിൻ്റെ സീസണാണെങ്കിൽ അങ്ങനെയായിരിക്കും. ഇന്ന് വിദേശത്ത് നിന്ന് വരുന്ന അവയും ഈ കൂട്ടത്തിൽ പെടുന്നുണ്ട്. പണ്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ അതും ഇവിടെ അവൈലബിളാണ്. ഇപ്പോൾ മാങ്ങയുടെ കാര്യമെടുത്താൽ നമ്മൾ ഒരു സ്റ്റോളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മളെ എല്ലാം മാങ്ങയാണെങ്കിൽ എല്ലാം ഒരേപോലെ പഴുത്ത് തുടുത്ത് മഞ്ഞ നിറത്തിലിരിക്കും. ചിലപ്പോൾ അത് ചുവന്ന നിറത്തിലായിരിക്കും. അതിൻ്റെ ഏത് വെറൈറ്റി അതിനനുസരിച്ചിട്ട് പലതരം മാങ്ങകളുണ്ടല്ലോ. ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇവ കണ്ടാൽ തികച്ചും കാശില്ലാത്തവൻ കടം മേടിച്ചെങ്കിലും നമ്മൾ വാങ്ങും 2 കിലോ. കാരണം അത്ര ആകർഷകമാണ്. നമ്മളെ മാടി വിളിക്കുന്നത് പോലെ തോന്നും. വായിൽ വെള്ളമൂറും. നമ്മൾ എങ്ങനെയെങ്കിലും 2 കിലോ വാങ്ങിക്കൊണ്ടു. കാരണം അത്ര ഭംഗിയായിട്ടായിരിക്കും അവരടുക്കി വെച്ചിട്ട്. ഒരെണ്ണം പോലും ചീത്തയായിട്ടുണ്ടാവില്ല, പഴുക്കാത്തതായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കേടായിട്ടുണ്ടാവില്ല. നമ്മൾ ആകർഷിക്കും. അതാണ് ബിസിനസ്സിൻ്റെ തന്ത്രം. എന്നാൽ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അപകടമുണ്ട്. പണ്ടൊക്കെ നമുക്കറിയാം നമ്മളെങ്ങനെയാണ് മാങ്ങയൊക്കെ പഴുപ്പിച്ചിരുന്നത്. നമ്മൾ മൂത്തതേ പറിക്കൂ, പച്ച ആരും പറിക്കാറില്ല. മൂത്തത് പറിച്ചിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് കടലാസ് പൊതിഞ്ഞ് വെക്കും. അല്ലെങ്കിൽ ചാക്ക് കിട്ടുന്നുമെങ്കിൽ ചാക്കിൽ കെട്ടി വെക്കും, പൊതിഞ്ഞ് വെക്കും. അതിൽ കുറച്ച് വൈക്കോലൂടി ഇട്ടാൽ 1-2 ദിവസം കഴിയുമ്പോൾ അത് പാകമായി വരും. പാകമായുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. എല്ലാം ഒരേപോലെ പഴുത്ത് വരില്ല. ചിലത് നന്നായിട്ട് പഴുക്കും, അത് നമ്മൾ ആദ്യം എടുക്കും. 2 ദിവസം കുറച്ചും കൂടി പഴുക്കും, അതെടുക്കും. അങ്ങനെ കുറേ ദിവസം കൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് ഒരു ആപ്പിൾ നമ്മൾ വാങ്ങിക്കൊണ്ട്, ആപ്പിളിൻ്റെ സീസൺ ആണെങ്കിൽ ഞാനൊരിക്കലും ഒരു ആപ്പിൾ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു. 1 മാസം കഴിഞ്ഞിട്ട് അതിന് യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. അത് ചിരിച്ചുകൊണ്ട് തന്നെ മേശപ്പുറത്തിരിക്കുന്നു. അതിലുപയോഗിച്ചിരുന്ന പെസ്റ്റിസൈഡ്, കീടനാശിനിയുടെ ഫലമാണ് അവിടെ നാം അന്ന് കണ്ടത്. ആ പരമ്പരാഗത രീതിയിലല്ല ഇന്ന് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഈ പഴങ്ങളൊക്കെ പഴുപ്പിക്കുന്നത്. ഇപ്പോൾ UP നിന്നോ മറ്റോ വരുന്ന ലോറിയിൽ ഒരു മാങ്ങയുണ്ട് അല്ലെങ്കിൽ ഓറഞ്ച് ഉണ്ടെന്ന് കരുതുക. അവിടെ വെച്ച് അതിൽ തന്നെ ഒരു കെമിക്കൽ ഉപയോഗിക്കും. അതിൻ്റെ പേരാണ്, ഭീകരൻ്റെ പേരാണ് കാൽസ്യം കാർബൈഡ് എന്നുള്ളത്. കാൽസ്യം കാർബൈഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. കാൽസ്യം കാർബൈഡ് ഓർ കാൽസ്യം അസറ്റിലൈഡ്, രണ്ടും ഒന്ന് തന്നെ, ഈസ് എ കെമിക്കൽ കോമ്പൗണ്ട് വിത്ത് കെമിക്കൽ ഫോർമുല CaC2. നമുക്കറിയാം സൾഫ്യൂരിക് ആസിഡിന് കെമിക്കൽ ഫോർമുല H2SO4 ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ HCl ആണ്. നൈട്രിക് ആസിഡിൻ്റെ ആണെങ്കിലോ HNO3. അതേപോലെ
ഈ കാൽഷ്യം കാർബൈഡിൻ്റെ കെമിക്കൽ ഫോർമുല CaC2 എന്നാണ്. ഇത് കാൽസ്യത്തിൻ്റെയും കാർബണിൻ്റെയും ഒരു സംയുക്തമാണ്. ഇറ്റ്സ് മെയിൻ യൂസ് ഇൻഡസ്ട്രിയലി ഈസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് അസറ്റിലീൻ ആൻഡ് കാൽസ്യം സൈനമൈഡ്. ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നത് അസറ്റിലീൻ വാതകം ഉണ്ടാക്കാനും അതേപോലെ തന്നെ കാൽസ്യം സൈനമൈഡ് ഉണ്ടാക്കുവാനുമാണ്. എന്നാൽ ഇത് പണ്ട് കാലത്ത് വർക്ക്ഷോപ്പുകളിൽ ഗ്യാസ് വെൽഡിങ്ങിന് ഉപയോഗിച്ചിരുന്നു. ഇലക്ട്രിക്കൽ വെൽഡിംഗ് അല്ല, ഗ്യാസ് വെൽഡിങ്. ഒരു 30-35 വർഷത്തിന് മുമ്പ് വർക്ക്ഷോപ്പുകളിൽ ഈ ഇലക്ട്രിക് വെൽഡിങ് വരുന്നതിന് മുമ്പ് ഗ്യാസ് വെൽഡിങ് ചെയ്തിരിക്കുമ്പോൾ അത് അവശ്യ വസ്തുവായിരുന്നു. ഇതിനൊരു പ്രത്യേക രൂക്ഷ ഗന്ധമുണ്ട്. അതിനാണ് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇന്ന് കാലം മാറി, എല്ലാം എളുപ്പത്തിൽ ലാഭമുണ്ടാക്കണം, എളുപ്പ വഴിയിൽ പണക്കാരനാകണം എന്ന് കരുതുന്ന മനുഷ്യരാണല്ലോ പലരും. അങ്ങനെയാണ് ഈ വസ്തു ഇതിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഈ സാധനം നമ്മുടെ ആരോഗ്യം കവർന്നെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത് എന്താണ് ഇതിൽ നിന്ന് മോചനത്തിനുള്ള ഒരു വഴി? എന്താ ചെയ്യാൻ പറ്റുക? ശാസ്ത്രം പറയുന്നത് ഇത് പീലിംഗ് ഈസ് എ ഗുഡ് മെത്തേഡ്. അപ്പോൾ അതിൻ്റെ തൊലി എടുത്ത് കളഞ്ഞ ഒരു നല്ല മെത്തേഡാണ്. അതേപോലെ ആപ്പിളൊക്കെ ഈ ഫോറിനിൽ വരുന്ന ആപ്പിളിലാണെന്ന് തോന്നുന്നു ഒരു സ്റ്റിക്കർ ഉണ്ടാവും. ഈ സ്റ്റിക്കർ പറിച്ച് കളഞ്ഞാൽ മാത്രം പോരാ, അവിടെ തുരന്ന് കളയണം. സ്റ്റിക്കർ മാറ്റിയാലും ആ ഒരു അപകടകരമായ പശ അവിടെ ഉണ്ടാവും, കാണില്ല. പക്ഷെ അവിടെ തുരന്ന് കളഞ്ഞാൽ കുറച്ച് നന്നായിരിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. ആപ്പിളിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പീലിംഗ്, തൊലി ചെത്തിക്കളഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും. അല്ലെങ്കിൽ നല്ല വെള്ളത്തിൽ ധാരാളം കഴുകുക. അതിനുശേഷം ബേക്കിംഗ് സോഡ സൊല്യൂഷനാണ് ഉത്തമം. അല്ലെങ്കിൽ 2% സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ, സോക്കിറ്റ് ഫോർ 12 hours, 12 മണിക്കൂറോളം 2% ശക്തിയുള്ള സോഡിയം കാർബണേറ്റ് സൊല്യൂഷനിൽ മുക്കി വെക്കുക. അതും നല്ലൊരു മാർഗമായിട്ട് വിദഗ്ധർ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടമ്മമാർ, ബുദ്ധിയുള്ള വീട്ടമ്മമാർ എളുപ്പ വഴി കണ്ടെത്തുന്നുണ്ട്. അതത്ര മോശമല്ല താനും. അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഉപ്പും വിനാഗിരിയും കൊണ്ട് കലക്കും. ഒരു 4-5 മണിക്കൂർ അതിൽ മുക്കി വെക്കും. എനിക്ക് തോന്നുന്നു അതായിരിക്കും വളരെ എളുപ്പമുള്ള ഒരു രീതി എന്ന് കരുതുന്നു. നമ്മുടെ വീട്ടമ്മമാർ അത്ര മണ്ടികളൊന്നുമല്ലല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു കാൽസ്യത്തിൻ്റെയും കാർബണിൻ്റെയും സംയുക്തമാണ് കാൽസ്യം കാർബൈഡ് എന്ന്. നമ്മൾ ഇത് പറഞ്ഞു. ഇത് വെള്ളവുമായി ചേർന്നാൽ അസറ്റിലീൻ വാതകമുണ്ടാകും. ഇതിപ്പോൾ എടുത്തു പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ കഴിഞ്ഞ 3-4 ദിവസം മുമ്പാണ് നമ്മുടെ കടൽ തീരത്തെ ഒരു കപ്പൽ, നൈജീരിയൻ കപ്പൽ, MSC എൽസ 3 എന്ന നൈജീരിയൻ കപ്പൽ ഒരു ദിവസം കൊണ്ട് മുഴുവനായിട്ട് മുങ്ങിത്താണത്. അതിൻ്റെ സന്തുലനാവസ്ഥ, വെള്ളം പല അറകളിൽ നിറച്ച് ലെവൽ ക്രമീകരിക്കുന്നതിൽ വന്ന പാകപ്പഴയാണെന്ന് പറയുന്നുണ്ട്, സബോട്ടാഷാണെന്ന് പറയുന്നുണ്ട്, ദുരൂഹതയുണ്ട്, പലതുമുണ്ട്. അത് നമ്മുടെ വിഷയമല്ലാത്തതിനാൽ ഇന്ന് അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. ഈ കപ്പലിൽ ഏതാണ്ട് 12-13 കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡാണ് ഉണ്ടായിരുന്നത്. ഈ കണ്ടെയ്നറുകളിൽ മുഴുവൻ നിറച്ചിരുന്നോ അതോ 3/4 ഭാഗം ഉണ്ടായിരുന്നോ, അര ഭാഗം മാത്രം ഉണ്ടായിരുന്നോ എന്ന് വ്യക്തമല്ല. പക്ഷേ ഇവ മുഴുവൻ ആയി നിറച്ചിരുന്ന 12 കണ്ടെയ്നറുകൾ ആയിരുന്നു ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഉള്ളത് എങ്കിൽ അത് ഏകദേശം 300 ടണ്ണോളം വരും. അപ്പോൾ ഇതിന് എത്രമാത്രം ആവശ്യക്കാരുണ്ട്, എത്രമാത്രം ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് ഇതൊരു ചൂണ്ടുപലകയായി നമുക്ക് കണക്കാക്കാം. ഈ സാധനം ഇന്ത്യയിൽ പല രാജ്യങ്ങളും നിരോധിച്ചിട്ടുണ്ട്, ഇന്ത്യ ഉൾപ്പെടെ. ഇതിൻ്റെ നിർമ്മാണവും വിതരണവും ഇന്ത്യയിൽ നിരോധിച്ച സാധനം തന്നെയാണ്. ഈ കാൽസ്യം കാർബൈഡ് വെള്ളവുമായി ചേർന്നാൽ, വെള്ളം വേണമെന്നില്ല, ഇപ്പോൾ ലോറിയൊക്കെ വരുമ്പോൾ അവിടെ വെച്ച് തന്നെ ഒരു കാൽസ്യം കാർബൈഡ് ഒരു തുണിയിൽ പൊതിഞ്ഞിടും, സ്വല്പം വെള്ളം തളിക്കും. വെള്ളം തളിച്ചില്ലെങ്കിലും അന്തരീക്ഷത്തിൽ ഓക്സിജൻ വലിച്ചെടുത്ത്
ഒരു നീരാവി ഉണ്ടാക്കി ഒരു ചെറിയ ഒരു തണുപ്പ് കിട്ടിയാൽ മതി. അസറ്റിലിൻ വാതകമുണ്ടാകും. അസറ്റിലിൻ നമുക്കറിയാം നല്ല ചൂടുണ്ടാകും. ഇതുങ്ങളെ യൂണിഫോമായിട്ട് പഴുപ്പിക്കും. പച്ച മാങ്ങയാണെങ്കിൽ പോലും പഴുത്ത് സുന്ദര കുട്ടപ്പൻ ആയിട്ട് പുറത്തേക്ക് വരികയുള്ളൂ. അസറ്റിലിൻ വാതകം പെട്ടെന്ന് തീപിടിക്കുന്ന ഒരു വസ്തുവാണെന്നറിയാമല്ലോ. ഓക്സിജൻ്റെ സാന്നിധ്യം കൂടിയാകുമ്പോൾ തീയുടെ ആഘാതം വളരെ വലുതാവും. രണ്ടും കൂടി ചേർന്നാലോ വൻതോതിൽ ചൂടും പുകയും ഉയരും. എണ്ണ, മറ്റു പദാർത്ഥങ്ങൾ എന്നിവയുടെ സാന്നിധ്യം തീപിടുത്തത്തിൻ്റെ വ്യാപ്തിയും വർദ്ധിപ്പിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യകാലങ്ങളിൽ വെൽഡിങ്ങിന് ഇത് ഉപയോഗിച്ചിരുന്നു. ഉരുക്ക് പോലുള്ള കട്ടിയേറിയ പദാർത്ഥങ്ങൾ മുറിക്കാനും സഹായകമായിരുന്നു. ഫലങ്ങൾ പഴുപ്പിക്കുന്നതായിരുന്നു മറ്റൊരു ഉപയോഗം. അതിനെപ്പറ്റിയാണല്ലോ നാം ഇത്ര നേരം സംസാരിച്ചത്. ഈ ഉപയോഗം ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും കർശനമായി നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ ഇറ്റ്സ് ഈസിലി അവൈലബിൾ എവരിവെയർ. അല്ലെങ്കിൽ 300 ടൺ ഇവിടെ കൊണ്ടുവരില്ലല്ലോ. വളം നിർമ്മാണത്തിനും ഈ കാൽസ്യം കാർബൈഡ് ഉപയോഗിക്കുന്നുണ്ട്. പല രാസപദാർത്ഥങ്ങളും നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുവായിട്ടാണ് ഈ കാൽസ്യം കാർബൈഡ് എന്ന ഭീകരനെ ഉപയോഗിക്കുന്നത്. മനുഷ്യ ശരീരവുമായിട്ട് നേരിട്ടുള്ള സമ്പർക്കം പലതരത്തിൽ അപകടകരമാണ്. ഇത് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുവാനും, രോഗത്തിൻ്റെ പേര് പറയുന്നതിൽ പല മാരക രോഗങ്ങൾക്ക് ഇത് കാരണമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മരണത്തിലേക്ക് വരെ നയിക്കാവുന്ന പല രോഗങ്ങൾക്കും ഇത് കാരണമാകും. അതുകൊണ്ട് ഇത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പരിഹാര മാർഗങ്ങൾ പല വീട്ടമ്മമാർക്കും അറിയാം. അറിയാത്തവരുണ്ടെങ്കിൽ അവരെ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാൽസ്യം കാർബൈഡിൻ്റെ സാന്നിധ്യം എങ്ങനെ കുറക്കാം എന്ന് അവർക്ക് മനസ്സിലാക്കിയാൽ നല്ലതാണ്. നമ്മുടെ വീട്ടമ്മമാർ നല്ല ബുദ്ധിമതികളാണ്. സാക്ഷരതയിൽ, ലിറ്ററസിയിൽ കേരളം 1-ാം സ്ഥാനത്ത് തന്നെയാണ്. വിദ്യാഭ്യാസമില്ലാത്ത ആരും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അവരത് വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് കരുതാം. പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. നമുക്ക് ഒരു മുൻകരുതലെടുത്താൽ അതാവും ഒരു രോഗം വന്നതിന് ശേഷം അത് ചികിത്സിച്ച് ഭേദമാക്കുന്നതിനേക്കാൾ നല്ലത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് ഒന്നും കൂടി എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഇനി കാണുന്നത് അടുത്ത തവണ എത്രയും വേഗം കാണുന്നതാണ്. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.